ഹലോ, ആരോടൊരു ഹായ് പറയോ? അപ്പൊ നമ്മളിന്ന് പോവാൻ പോകുന്നത് ഇവിടെ സ്പ്രിംഗ് ആയി. അപ്പൊ നമ്മള് കുറച്ച് പൂച്ചെടികളൊക്കെ വാങ്ങി വെക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും പൂവൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മളൊരു കട വരെ പോവാണ്. അപ്പൊ കട ചെന്നിട്ട് കാണാം. ഉച്ചയ്ക്ക് ചോറൂണൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഈ കടയിലേക്ക് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ഇവിടെ തണുപ്പ് മാറി വരുമ്പോൾ എല്ലാവരും ചെടികളൊക്കെ വാങ്ങിച്ചു വെക്കും. നമുക്കും കുറച്ച് ചെടികളൊക്കെ ഓൾറെഡി ഉണ്ട്. ഇവിടെ ശരിക്കും 2 ടൈപ്പ് ചെടികളാണുള്ളത്. ഒന്ന് ആനുവൽസ്, ഒന്ന് പെരിനിയൽസ്. അതായത് ആനുവൽസ് എന്ന് പറയുന്നത് ആ ഒരു ഗ്രോയിങ് സീസണിൽ മാത്രമേ വളരുണ്ടാവുള്ളൂ. അതായത് തണുപ്പ് വരുമ്പോഴേക്കും അത് പോയി പോവും. പക്ഷെ പെരിനിയൽസ് എന്ന് പറഞ്ഞാൽ അത് 2-3 ഗ്രോയിങ് സീസണിലൊക്കെ ഇങ്ങനെ വീണ്ടും തണുപ്പ് മാറിക്കഴിയുമ്പോൾ വീണ്ടും മണ്ണിനടിയിൽ നിന്ന് മുളച്ച് വരും. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി കണ്ടപ്പോൾ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. അതിങ്ങനെ ബുഷിയായിട്ട് വളരുന്ന ടൈപ്പ് ചെമ്പരത്തിയാണ്. ഇതാണ് ആ കട. ഹോം ഡിപ്പോട്ട് എന്നാണ് പേര്. അതിൻ്റെ ഗാർഡൻ സെക്ഷനിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ ഒന്നും വാങ്ങിയില്ലെങ്കിൽ എനിക്കിങ്ങനെ ചുമ്മാ വന്ന് കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടാൽ നമുക്ക് കൊതിയാവും പൂക്കളുണ്ടായി നിൽക്കുന്ന കാണാനായിട്ട്. നല്ല ഭംഗിയാണ് ഈ സമയത്ത് ഇങ്ങനെയുള്ള കടകളിലൊക്കെ വരുമ്പോൾ. ഇവിടെ മണ്ണും ഉൾപ്പെടെ എല്ലാം വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പൂക്കളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാടൊന്നും വാങ്ങുന്നില്ല, കാരണം നമുക്ക് ഒരുപാട് സ്ഥലം ഇല്ല അങ്ങനെ വാങ്ങി വെക്കാനായിട്ട്. ഈ പൂക്കളുണ്ട്, എന്ത് ഭംഗിയല്ലേ. ഏത് കളറാ വേണ്ടേ? യെല്ലോ. ഏത് കളറാ വേണ്ടേ? ആ പൂവിൻ്റെ അവിടെ ഉണ്ടായിരുന്ന 3 കളറിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ടുണ്ട്. ഇത് കുറേയൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ കുറേയൊന്നും വെക്കാൻ നമുക്ക് സ്ഥലമില്ല. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ഇതേ കടയുടെ ഉള്ളിലേക്ക് കയറിയേക്കാണ്. ഇനിയും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം വാങ്ങാറുള്ള കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അത് ആ ഒരു സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ തണുപ്പ് വരുമ്പോൾ പോവും, പക്ഷെ നന്നായിട്ട് പൂവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചെടികൾ കുറച്ച് വാങ്ങുന്നുണ്ട്. ഈ കടയിൽ മണ്ണും വളവും എല്ലാം വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. ചട്ടികൾ, പുറത്ത് വെക്കാനുള്ള ചട്ടികൾ. ഞാൻ എൻ്റെ വീടിൻ്റെ അകത്തുള്ള ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ചട്ടികളെല്ലാം തന്നെ ഒട്ടുമിക്കതും ഇവിടെ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ കുറച്ച് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കടയും കൂടെയാണ് കേട്ടോ ഇത്. ഇതിങ്ങനെ നമുക്കിങ്ങനെ നമ്മുടെ സ്റ്റെപ്പിൽ കയറി വരുന്ന സ്റ്റെപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. 2-3 ചെടികളൊക്കെ കൂടിയിട്ടുള്ള ഒരു കളക്ഷൻ പോലെ വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മൾ നനയ്ക്കുന്ന ഹോസ് ചുറ്റാനായിട്ടുള്ളൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ കെട്ട് പണഞ്ഞ് കിടക്കുകയും. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു എണ്ണം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതൊരെണ്ണം വാങ്ങി. അപ്പോൾ നമ്മളതെല്ലാം മണ്ണ് വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കാറിൽ വെച്ചിട്ട് ഞങ്ങൾ ഒരു ഗ്ലാസിൻ്റെ ഡോറ് ഫ്രണ്ട് ഡോറിൻ്റെ മുന്നിൽ പിടിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല കാലാവസ്ഥയൊക്കെ ഉള്ളപ്പോൾ ഒന്ന് ഇടയ്ക്ക് തുറന്നിടുകയൊക്കെ ചെയ്താൽ അപ്പോൾ ആ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് കാണാമല്ലോ, ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ ഇതുപോലെയുള്ള ഒരു നെറ്റ് ഉണ്ട്, അപ്പോൾ പ്രാണിയൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡോറ് പിടിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനുള്ള ഒന്ന് നോക്കിയതാണ്. വാങ്ങിയ ചെടികളൊക്കെ അപ്പം തന്നെ വീട്ടിൽ വന്ന് നട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ന ഉടനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ ഗാർഡനിലേക്ക് ഇറങ്ങി. ഇച്ചാനാണ് ഗാർഡനിൽ എല്ലാത്തിനും സഹായിക്കാറുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിത് എൻ്റെ നിർബന്ധം കാരണം ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്നോട് ഷൂട്ട് ചെയ്യേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ കേൾക്കാതെ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം പുല്ലൊക്കെ പറിച്ചിട്ട് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുല്ലൊക്കെ ഒരുമാതിരി അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വാങ്ങിച്ച ചെടിക്ക് വേണ്ടിയിട്ട് ഒരു ചട്ടിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ മണ്ണ് നിറച്ചിട്ട് ആ ചട്ടിയിൽ നിന്ന് മാറ്റുകയാണ്. അത് സാധാ ഒരു പ്ലാസ്റ്റിക് ചട്ടിയാണേ. അപ്പോൾ അതിൽ നിന്ന് മാറ്റി അതൊന്ന് വെച്ചിട്ട് എന്താ പറയുക, സ്റ്റെപ്പിലൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്യുന്നതാണ്. തണുപ്പ് മാറി വരുന്നതേ ഉള്ളൂ, പക്ഷേ ഈ വൈകുന്നേരം സമയമൊക്കെ ആയിക്കഴിയുമ്പോൾ കുറച്ചൊരു തണുപ്പും ഒരു കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തണുപ്പ് സഹിക്കാൻ പൊതുവേ പാടാണ്. അതുകൊണ്ടാണ് സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് ഗാർഡനിൽ നിൽക്കുന്നത്. കാര്യം നല്ല വെയിലാണെന്ന് തോന്നുമെങ്കിലും തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ തൂക്കിയിടുന്ന ഒരു ചെടി വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് 2 എണ്ണം വാങ്ങണമെന്നുണ്ടായിരുന്നു, നല്ല വിലയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു തൽക്കാലത്തേക്ക് 1 എണ്ണം മതി എന്ന് വിചാരിച്ചിട്ട് 1 എണ്ണേ വാങ്ങിയുള്ളൂ. അപ്പോൾ ആദ്യം ചെടികളൊക്കെ എവിടെയാണ് നടണ്ടേന്നൊന്ന് വെച്ച് നോക്കുകയാണ്, എന്നിട്ട് നമുക്ക് കുഴി കുത്താമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഈ തൂമ്പ് പോലത്തെ സാധനങ്ങളൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴി എടുക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇച്ചാനാണ് കേട്ടോ എനിക്ക് എടുത്തു തരുന്നത്. പിന്നെ അതിൻ്റെ അടിയിലേക്ക് പോകുന്തോറും കുറേ കല്ലും അങ്ങനെയൊക്കെ, അപ്പോൾ കുഴിയെടുക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ അതേ നമ്മളവിടെ എല്ലാം വെച്ചാൽ എനിക്ക് കുഴിയെല്ലാം കുഴിച്ചു തന്നു. കുഴി കുഴിച്ചപ്പോഴേക്കും ആ കുഴിക്കാൻ ഉപയോഗിച്ച സാധനമൊക്കെ വളഞ്ഞു പോയിട്ടുണ്ട്.
നമ്മളിപ്പോൾ ഈ വാങ്ങിയ ചെടികളെല്ലാം ഈ തണുപ്പ് വരെയായിട്ടോ നിൽക്കുകയുള്ളൂ. കാരണം ഇതെല്ലാം ആനുവൽസ് ആണ്. അത് കഴിയുമ്പോൾ ഇതെല്ലാം പോകും. അതിൻ്റെ അപ്പുറം കാണുന്ന ചെടിയുണ്ടോ, അത് പെരീനിയലാണ്. അതിൽ നിന്ന് നല്ലൊരു എന്താ പറയുക, വെള്ള കളറിൽ പൂവുണ്ടാവും. അപ്പുറം നിൽക്കുന്ന ചെടിയുണ്ട്, അത് തണുപ്പ് കഴിയുമ്പോൾ തന്നെ മുളച്ച് വന്നേക്കുന്നതാണ്. കാരണം അത് ഇപ്പോൾ 2-3 കൊല്ലമായി. ഇനി എത്ര കൊല്ലം നിൽക്കുന്ന എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അതിന് പൂവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുള്ള വെള്ള ചെറിയ ചെറിയ പൂക്കളാണ്. നല്ല രസം അത് കാണാനായിട്ട്. അപ്പോൾ അതേ നമ്മളതെല്ലാം നട്ട് ഇനി അതെല്ലാം കുറച്ച് മണ്ണ് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ വളമുള്ള മണ്ണ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മേളിൽ കുറച്ച് നല്ല മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഇനി അതെല്ലാം ഒന്ന് നനച്ച് കൊടുക്കുകയാണ്. കാര്യം തണുപ്പാണ്, എന്നാലും നട്ടതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് നനച്ച് ഇനി കുറച്ച് ദിവസത്തേക്ക് എല്ലാം ഒന്ന് നനച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെയിലുണ്ടല്ലോ. എന്നെ ഇവിടെ നനയ്ക്കാൻ ഏൽപ്പിച്ചിട്ട് ഇച്ചായം പുല്ല് വെട്ടാനായിട്ട് പോയി. നമ്മളുടെ സ്ഥലത്തെ പുല്ല് നമ്മൾ തന്നെ വെട്ടണം. അത് നമ്മൾ തന്നെ വെട്ടി ഒതുക്കണം. വളം ഇടുന്നതൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് അതിനുള്ള കമ്പനികളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാം. പക്ഷെ അവർ വളം ഇടുക മാത്രമേ ചെയ്യുള്ളൂ, വെട്ടുന്നത് നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ മെഷീൻ വെച്ചിട്ട് വെട്ടുന്നതാണ്. ഇത് കുറച്ച് പാടാണ്. അത് ഞാനിതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ഞാനാണ് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാറുള്ളത്. ഞങ്ങളുടെ സ്ഥലം കുറച്ച് ഇങ്ങനെ കയറ്റമിറക്കമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള മെഷീൻ വെച്ചിട്ട് കുറച്ച് പാടാണ്. ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് വളമാണ്. നമ്മുടെ കളയൊന്നും വളർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിന് വളവും കൂടെ ആയിട്ടുള്ള രണ്ടിൻ്റെയും മിക്സ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല പച്ച കളറിൽ വരും പുല്ല്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. പിന്നീട് ഞാൻ കടയിൽ പോയിട്ട് കുറച്ച് മൾച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മൾച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മണ്ണിന് പുറത്തിട്ട് കൊടുക്കുന്ന ഈ എന്താ പറയുക, ചീളുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സാധനമാണ്. അതിങ്ങനെ നന്നായിട്ട് വെള്ളം നിലനിൽക്കാനും അതുപോലെ തന്നെ ഒരുപാട് കളയൊന്നും വളർന്നു വരാതെ പിന്നെ ഭംഗിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് മൾച്ചിടുന്നത്. അതിന് മൾച്ചെന്നാണ് പറയുന്നത്. ഇങ്ങനെ മരത്തിൻ്റെ ചീളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സാധനമാണ്. പല കളറിൽ കിട്ടും കേട്ടോ. ബ്രൗണ്, ബ്ലാക്ക്, പിന്നെ എന്താ ചുവപ്പ്. നമ്മളിത് ബ്ലാക്ക് എടുത്തേക്കുന്നത്. അതും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ കാണാൻ ഭംഗിയായി. കുറച്ചും കൂടെ വേണം. ആ സൈഡിലേക്കുള്ള കുറച്ച് ഭാഗങ്ങൾ ഇട്ടിട്ടില്ല. അപ്പോൾ അത് നമുക്ക് അടുത്ത ആഴ്ച എങ്ങാനും പോയി വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഡിന്നറിൻ്റെ പരിപാടികൾ നോക്കാം. എളുപ്പത്തിലൊരു പനീർ ബട്ടർ മസാലയും ഫ്രോസൺ ചപ്പാത്തി ഇരിപ്പുണ്ട്. അപ്പോൾ അതും ആണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ കേട്ടോ. എളുപ്പത്തിലുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ച് കാഷ്യൂനട്ട് ഞാൻ ചൂടുവെള്ളത്തിലിടുന്നതാണ്. അത് കാഷ്യൂനട്ട് പേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഉള്ളിയെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. കാരണം ഇതിന് ഒരുപാട് പണിയൊന്നുമില്ലാത്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ ബട്ടർ മസാലയാണ് കേട്ടോ. ഈസിയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ അങ്ങനെ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതൊന്നും ഇട്ടില്ലെങ്കിലും പനീർ ബട്ടർ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഈ റെസിപ്പി ഭയങ്കര എളുപ്പമാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ചേർത്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് മടിയായിട്ട് ഞാൻ പിന്നെ അതിനൊന്നും പോയില്ല എന്നേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ നല്ലോണം വെള്ളം തിളപ്പിച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു 3 തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കാനാണ്. അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഒരു മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ തൊലിയെല്ലാം ഇതുപോലെ വിട്ട് പോകുന്നു തുടങ്ങും. അപ്പോൾ നമ്മൾ തീ കെടുത്തിയിട്ട് അതിനെ തണുത്ത വെള്ളത്തിലിട്ട് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ തോല് പൊളിച്ചിട്ട് അതിനെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 തക്കാളി. ഈ തക്കാളിക്ക് അധികം പുളിയൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. അപ്പോൾ നല്ല പുളിയൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ വാങ്ങിയിരിക്കുന്ന പനീർ നമുക്കൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. എങ്കിലും ഒന്ന് സോഫ്റ്റ് ആവുള്ളൂ. കാരണം പനീർ നന്നായിട്ട് ഫ്രിഡ്ജിലിരുന്ന് നല്ല തണുത്തായിരിക്കും. അപ്പോൾ ഭയങ്കര കട്ടിയായിട്ടായിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ കുറച്ചും കൂടി സോഫ്റ്റ് ആവുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടില്ലേ ആ സവാള ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് ഞാനിങ്ങനെ സവാളയെല്ലാം വഴറ്റി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നീട് മിക്സിയിൽ അരയ്ക്കുന്നൊന്നുമില്ല. എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ തക്കാളി മിക്സിയിൽ അരച്ചെടുത്തു. അതിൻ്റെ പേസ്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ സവാള നന്നായിട്ട് ബ്രൗൺ കളറായി കഴിയുമ്പോഴാണ് നമ്മൾ തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആകെ ഇനി മല്ലിയിലയും കൂടെ വേണ്ടുള്ളൂ. അപ്പോൾ അതും ഒന്നങ്ങ് കഴുകിയിട്ട് അരിഞ്ഞ് വയ്ക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടെ നമ്മുടെ സവാള ഒന്ന് നന്നായിട്ട് ചുവന്ന് വരട്ടെ. നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റുന്നതാണ് കേട്ടോ ഈ കറിക്ക് ടേസ്റ്റ്. ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് ചേർത്തിട്ട് എണ്ണ തെളിയുന്ന വരെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം.
പാത്രം കഴുകുന്നത് ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തക്കാളി അരച്ച് അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് നമ്മൾ കാഷ്യൂനട്ടും അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും വഴറ്റും. അപ്പോൾ അതുകൊണ്ട് തക്കാളിയുടെ അംശം അതിനകത്ത് ഇരുന്നെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് എന്താ പറയുക, എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആകെ 3 പൊടികളെ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ഗരം മസാലയും. അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കാട്ടോ. ഇവിടെ മോന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയായത്. അപ്പോൾ അവന് ഒരുപാട് എരിവായി അവന് കഴിക്കാൻ നല്ല പാടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്തുള്ളൂ. ഇപ്പോൾ ചേർക്കുന്നത് ഗരം മസാലയാണ്. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂണും ഗരം മസാല ഒരു 2 ടീസ്പൂണും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. ഇതുപോലെയുള്ള ഞാൻ കാണിച്ച ഒരു കട്ട പനീറില്ലേ, അത്ര എണ്ണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്കിനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നു. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച കാഷ്യൂനട്ട് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയിട്ട് ആ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കാരണം കാഷ്യൂനട്ട് പേസ്റ്റ് നമ്മളങ്ങനെ കളയാൻ പാടില്ലല്ലോ. അതെ, അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇനി അത് നന്നായിട്ട് വഴണ്ട് അതിൻ്റെയും കൂടെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നന്നായിട്ട് വരണ്ട് വരട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത സാധനം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ നന്നായിട്ട് നല്ലോണം വരണ്ട് ഇതുപോലെയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മളിതൊരു കറിയായിട്ടല്ലേ, പക്ഷെ ഞാൻ നല്ല തിക്കായിട്ടുള്ള ഒരു കറിയായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം ഇതങ്ങനെ ഒഴിച്ചു കൂട്ടാനോ അങ്ങനെയൊന്നും അല്ലല്ലോ. ചപ്പാത്തി കഴിക്കാനായിട്ടും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല തിക്കായിട്ട് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മുടെ പനീർ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അതൊന്ന് മുറിച്ച് ക്യൂബായിട്ട് എടുക്കുകയാണ്. അത് കഴിഞ്ഞ് പനീറൊന്ന് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇവിടെ ഇങ്ങനെ കുറച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കുന്നതാണ് ഇഷ്ടം. ഒരുപാട് അങ്ങനെ ഫ്രൈ ആക്കുന്നതും ഇഷ്ടമല്ല. എന്നാൽ അപ്പോൾ രണ്ടിൻ്റെയും നടുവിൽ നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഞങ്ങൾ പനീർ ബട്ടർ മസാലയിലേക്ക് പനീർ ചേർക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർക്കും കേട്ടോ. കാരണം പനീർ ബട്ടർ മസാല അതുപോലെ തന്നെ ബട്ടർ ചിക്കനൊക്കെ ഒരു ഇച്ചിരി മധുരം വേണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മോന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവന് ഇച്ചിരി ഒരു മധുരമൊക്കെ ഉള്ളതാണ് ഗ്രേവിയിൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒരു ടീസ്പൂണാണ് ചേർത്തത്. എൻ്റെ കുഞ്ഞു സ്പൂണായിരുന്നേ. അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേക സ്വാദായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങളും എന്താ പറയുക, നമ്മളിത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പനീർ ബട്ടർ മസാലയല്ലേ. അപ്പോൾ ആവശ്യത്തിന് ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് ചേർത്തോളൂ. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയിലേക്ക് ആ പനീറിൻ്റെ ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാടൊന്നും വേണ്ട, ഒരുപാട് കട്ടിയായി പോകണ്ട കേട്ടോ. അപ്പോൾ പനീർ അവിടെ കിടന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ മസാലയുടെ ഒക്കെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുക്കിംഗ് ക്രീമാണല്ലോ. അപ്പോൾ അതേ കുക്കിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് ഏറ്റവും തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പനീർ ചേർത്ത് കൊടുക്കും. എന്നിട്ട് പിന്നെ ബട്ടർ അവസാനമാണ് ഞാൻ ചേർക്കുക. അപ്പോൾ അതും കൂടെ ചേർത്ത് പിന്നെ ഒരു കസൂരി മേത്തിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയായി. അപ്പോൾ ഇത് നമ്മുടെ പനീർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായി കഴിയുമ്പോൾ നമ്മൾ ഗ്രേവിനകത്തേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കണം. അപ്പോൾ അത് ആ ചൂടിലിരുന്നിട്ട് നന്നായിട്ടങ്ങ് ഉരുകി ചേർന്നോളും. അപ്പോൾ കുറച്ച് കസൂരി മേത്തി, അതായത് ഡ്രൈ ആയിട്ടുള്ള ഫെനുഗ്രീക്കിൻ്റെ ലീവ്സ് ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുത്തു. അപ്പോൾ എളുപ്പത്തിൽ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയായി. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ചപ്പാത്തി ഉണ്ടായിരുന്നു. അതൊന്ന് ചൂടാക്കിയിട്ട് ഞാൻ കഴിക്കാൻ പോവാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം, മോനും ഇച്ചാനും ഒക്കെ നല്ല ഇഷ്ടമാണ്. ഞാനിതിൻ്റെ സൗണ്ട് കൊടുക്കുന്നത് രാത്രി ഒരു 11:43 ആയിട്ടോ ഇവിടെ. അപ്പോൾ അതിൻ്റേതായ ഒരു എനർജി കുറവ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നാളെ ജോലിക്ക് പോകാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഒന്ന് കൊടുത്ത് എല്ലാം റെഡിയാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ എന്താ പറയുക കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഇപ്പോഴേ തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പനീറും ചപ്പാത്തിയും കൂടെ കൂടിയിട്ട് നമ്മൾ ഡിന്നർ കഴിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നല്ല കാലാവസ്ഥയായി കഴിഞ്ഞാൽ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചുമ്മാ ഇങ്ങനെ പുറത്ത് സിറ്റ് ഔട്ടിൽ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിലും സന്ധ്യയാകുമ്പോൾ എനിക്ക് പപ്പമാരെയും മമ്മിമാരെയൊക്കെ മിസ്സാവും കേട്ടോ. എന്തായാലും അടുത്ത തവണ എന്നാ നാട്ടിൽ പോകാമെന്നറിയില്ല, അന്നേരം കാണാം.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.